ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ചിക്കൻ കൊണ്ടൊക്കെ അല്ലേ ചില്ലി ഉണ്ടാക്കാറുള്ളത്. ഇന്ന് നമ്മൾ കൂന്തൽ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രൈ ചില്ലിയാണ് തയ്യാറാക്കുന്നത്. ഇന്നത്തെ ഈ ഒരു കൂന്തൽ റെസിപ്പിയിൽ ഒട്ടും നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞാനിത് ഈ കൂന്തലിൻ്റെ തലയും എല്ലാ ഭാഗങ്ങളും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു 8 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്ന വരെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ മുളക് പൊടിക്ക് പകരമായിട്ട് ഇന്ന് വറ്റൽമുളകാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത വറ്റൽമുളകെല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെ 2 തക്കാളിയും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കൂന്തൽ ചില്ലി ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കൂന്തലൊക്കെ പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ പാനിൽ കൂന്തൽ ഇടുന്നതോടൊപ്പം തന്നെ ഒരു 2 മുളക് ഒന്നിങ്ങനെ കീറിയിടുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത ആ അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കൂന്തൽ തിളച്ച് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പൊന്തി വരും. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പും അല്പം കറിവേപ്പിലയും കൂടിയാണ്. ഇനി ഈ കൂന്തൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിടുക. നമ്മുടെ കൂന്തൽ വേവുന്ന ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അല്പം ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. ഉലുവയും ചെറിയ ജീരകവും വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അല്പം കൂടി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൂന്തൽ ചില്ലി നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണിത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2-3 വറ്റൽമുളകും കൂടിയാണ്. ഇനി നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ബ്രൗൺ നിറമായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള സ്ലൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഈ സവാളയൊക്കെ ഒന്ന് നല്ല ബ്രൗൺ നിറമാകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു സമയം നമ്മുടെ കൂന്തൽ വേവിക്കാൻ വെച്ച് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല വെള്ളവും വന്നിട്ടുണ്ട് അതിൽ നിന്ന്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കൂന്തൽ ഇങ്ങനെ ഏകദേശം വറ്റി വരുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഉള്ളി ഒരു സൈഡിൽ വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ. നമുക്ക് കൂന്തൽ നല്ല ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിത് ഡ്രൈ ആക്കി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനിയും നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ വെന്ത് വന്ന ഈ ഒരു സമയം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കൂന്തൽ ഡ്രൈ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ചില്ലിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് എല്ലാവരും ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്